ശ്രീ എം ജയചന്ദ്രൻ വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ ആവർത്തിച്ച് ബോധ്യമാക്കിയിട്ടും BJP ബോധപൂർവം ഉറക്കം നടിക്കുന്നത് മനസ്സിലാക്കാം. അരാജകത്വം അജണ്ടയാക്കിയവർ ഒരു വാർഡിൻ്റെ പോലും ഒരു പഞ്ചായത്ത് വാർഡിൻ്റെ പോലും ഉത്തരവാദിത്തമില്ലാത്തവർ നടത്തുന്ന കുൽസിത ശ്രമങ്ങളെയും നമുക്ക് ആ അർത്ഥത്തിൽ കണ്ട് തള്ളിക്കളയാം. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗഭാക്കാകുന്നവർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൻ്റെ KPCC അടക്കമുള്ളവർ ഇത് ബോധ്യമാകാതെ നീങ്ങുന്നതിൻ്റെ രാഷ്ട്രീയ അപകടം താങ്കൾ ചൂണ്ടിക്കാണിക്കണം. ഒപ്പം നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട് പോകേണ്ടതുണ്ട്. ഇന്നലെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ മോദി സർക്കാരിൻ്റെ ഭാഗമായ കേന്ദ്രമന്ത്രി നദ്ദ ഒരു സംസ്ഥാന മന്ത്രിക്ക്, രണ്ടുപേരെയും തിരഞ്ഞെടുത്തത് ജനങ്ങളാണ്, ഈ നദ്ദയ്ക്ക് വേണ്ട എല്ലാ ചെലവും നൽകുന്നത് ഈ നാട്ടിലെ, കേരളം അടക്കമുള്ള നാട്ടിലെ ജനങ്ങൾ നൽകുന്ന നികുതിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ മന്ത്രിയായി കാറിൽ പോകാനാകുന്നത്. അദ്ദേഹത്തിന് സംസ്ഥാനത്തെ ഒരു മന്ത്രി, ജനങ്ങൾ തിരഞ്ഞെടുത്ത, അദ്ദേഹത്തിനടക്കം ടാക്സ് അടയ്ക്കുന്ന, സർക്കാരിന് ടാക്സ് അടയ്ക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത സംസ്ഥാനത്തെ മന്ത്രിക്ക് സമയം അനുവദിക്കുന്നില്ല. അതിലും വലിയ തമാശ, അങ്ങനെ സമയം അനുവദിക്കാത്തതിലും കുറ്റം വീണ ജോർജിനും സംസ്ഥാന സർക്കാരിനും, ചില മാധ്യമങ്ങൾക്ക്, ചില BJP മുതലാളിത്തമുള്ള മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച്. ജയചന്ദ്രൻ. അതെ ജിംഷാദെ, ഇവിടെ കാണുന്നത് അവർക്കിഷ്ടമുള്ളതുപോലെ ഞങ്ങളെന്തും പറയും, നിങ്ങളതനുസരിച്ചാൽ മതി, കേട്ടാൽ മതി. ഇവിടെ ഇപ്പോൾ ഈ ആശമാരുടെ കാര്യമാണല്ലോ നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. ഞാൻ ഈ മറ്റ് ചാനലുകളും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, പക്ഷേ അതിലേക്ക് ബോധപൂർവമാണ് അവരാരും വരാത്തത്. കാരണം ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നവർ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ തൊഴിലാളി എന്നുള്ള ബാഡ്ജില്ലാതെ അവർ പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രതിഫലേച്ഛ കൂടാതെയുള്ള പ്രവർത്തനമാണല്ലോ, അതാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അവർ ഇത് മുഴുവനും കേരളത്തിലെ ഗ്രാമാന്തരങ്ങൾ മുഴുവൻ അവരൊറ്റയ്ക്ക് നടന്ന് ചെയ്യുകയാണ് എന്നുള്ളൊരു പ്രതീതി നിർമ്മാണമാണ് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത്. അടിസ്ഥാനരഹിതമാണത്. ഇവർ വാസ്തവത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് JPHN എന്ന് പറയുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും ഒക്കെയുള്ള JPHNമാരുടെ സഹായികളായിട്ടാണ് ഇവരെ വിന്യസിച്ചിട്ടുള്ളത്. കേരളം മുഴുവനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരുടെ സഹായികളായിട്ട് വർക്ക് ചെയ്യുന്ന ഇവർ ഒരു മാസം 11 ദിവസം ഫീൽഡിൽ ജോലി ചെയ്യും. 4 ദിവസം ക്ലിനിക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആശുപത്രികളിൽ, സബ് സെൻ്ററുകളിൽ, ഫാമിലി ഹെൽത്ത് സെൻ്ററുകളിൽ ഒക്കെ ആയിട്ട് ജോലി ചെയ്യണം. ഇങ്ങനെ 15 ദിവസമാണ് ഒരു ആശയുടെ പ്രവർത്തനം വിന്യസിച്ചിരിക്കുന്നത്. അതാണ് അവർ ചെയ്യുന്നത്. ആ ജോലിക്ക് നിശ്ചിതമായ കൂലി കൊടുക്കണം എന്നുള്ള ആവശ്യം CIT ഉൾപ്പെടെ ഇപ്പോൾ ഇന്ന് എല്ലാ ജില്ലകളിലും ഉണ്ടല്ലോ, സമരമുണ്ടല്ലോ, നടക്കുന്നുണ്ട്. വ്യാപകമായിട്ടുള്ള സമരത്തിൻ്റെ പ്രധാനപ്പെട്ട വശം തന്നെ ഇവരെ കരാർ തൊഴിലല്ല, ഈ പറയുന്നത് പോലെ വളണ്ടിയർ സന്നദ്ധ പ്രവർത്തനം എന്നുള്ള ആ ചാപ്പ, ആ സീല് മാറ്റിയിട്ട് അവർക്ക് തൊഴിലാളികളാക്കണം. അതാരാക്കണം? സംസ്ഥാനത്തിന് കഴിയില്ല. നിയമനം കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലുമാണ്. അപ്പോൾ അത് ചെയ്യേണ്ടത് ദേശീയ ആരോഗ്യ മന്ത്രാലയമാണ്. അപ്പോൾ അതവർ ചെയ്യണം. 700 രൂപ മിനിമം വേജ് വേണമെന്ന് ഇവരുടെ സമരസമിതിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം മിനിമം വേജ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അത് പാസ്സാക്കേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ്. അങ്ങനെ മിനിമം വേജ് ആക്കുകയാണെങ്കിലോ അത് 60-40 ആവും. അപ്പോൾ അതിൻ്റെ 60% കേന്ദ്രം കൊടുക്കണം ഓരോ ദിവസവും, 40% സംസ്ഥാനം കൊടുക്കണം ഓരോ ദിവസവും. അതിന് സംസ്ഥാനം തയ്യാറാണ്, കേന്ദ്രം തീരുമാനിക്കട്ടെ, സംസ്ഥാനം തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുമുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ അല്ല അതിൽ മറ്റൊരു കാര്യം കൂടെ. സമ്പത്ത് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചു വരാനിരിക്കുന്നൊരു പണിമുടക്ക് മെയ് മാസത്തിൽ 21-ാം തീയതി. അപ്പോൾ ആ പണിമുടക്കിൻ്റെ പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്ന് അജിംഷാദെ ലേബർ കോഡുകൾ എന്ന കരിനിയമങ്ങൾ എടുത്തു കളയണം എന്നുള്ളതാണ്. ലേബർ കോഡുകൾ നമ്മുടെ രാജ്യത്ത് വിതയ്ക്കാൻ പോകുന്ന വളരെ അതിഗുരുതരമായ ഒരു പ്രശ്നമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം സംസ്ഥാനങ്ങളുടെ പെടലിക്ക് വെച്ചിട്ട് കേന്ദ്രത്തിന് ഈസി ആയിട്ട് കൈ കഴുകാം. ഇതെല്ലാം സംസ്ഥാനത്തിൻ്റെ പെടലിക്ക് വെക്കണം. അതുകൊണ്ടാണ് ഈ സമരം ഇങ്ങനെ SUCയും RSSും BJPയും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന സമരത്തിനെ അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന പോലെ കോൺഗ്രസും UDFും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത് സംസ്ഥാനത്തിന് തലവെച്ച് കൊടുക്കാനുള്ള ഈ നീക്കം എത്രത്തോളം അപകടകരമാണെന്നുള്ളത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പറ്റി എന്തെങ്കിലും ധാരണയുള്ള ആൾക്കാരൊക്കെ ഈ എം പിമാരായിട്ട് പോയിട്ടുണ്ട്, ഇപ്പോൾ ലോക്സഭയിലുള്ളവരിലുണ്ട്. അവരടക്കം ഇതൊന്നും തിരിച്ചറിയുന്ന പോലുമില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ദൗർഭാഗ്യം. ഈ ദൗർഭാഗ്യത്തിനിടയിൽ നിന്നുകൊണ്ടാണ് വി ഡി സതീശൻ ഗോളടിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് നിയമസഭയിൽ പറയുന്നത് കേട്ടു, നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല, ഇവിടെ നിങ്ങൾ എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ മന്ത്രി രാജേഷ് അപ്പം തന്നെ മറുപടി പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ ഈ 2008 ഡിസംബറിലാണ് കേരളത്തിൽ ഈ പദ്ധതി തുടങ്ങുന്നത്. 2007 കേന്ദ്രം പാസ്സാക്കിയെങ്കിലും അതിനുശേഷം അടുത്ത വർഷം 2009 300 രൂപ ഫെസ്റ്റിവൽ അലവൻസ് വരുന്നത്. 2011 മുതൽ 2016 മാർച്ച് വരെയുള്ള കാലയളവിൽ ആകെ കൂട്ടിയത് 700 രൂപയും കൂടാണ്, 1000 രൂപ. ഈ 1000 രൂപ കിട്ടാനായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് ആശാ വർക്കർമാർക്ക് സെക്രട്ടേറിയറ്റിൽ നടയിൽ 10 ദിവസം രാപകൽ സമരം നടത്തേണ്ടി വരുന്നത് നമ്മളുടെ എല്ലാം മനസ്സിലുണ്ടല്ലോ. എന്നിട്ടാണ് ആ കുടിശ്ശിക കൊടുക്കുന്നത്. എത്ര? 1000 രൂപ ആക്കിയതിൻ്റെ കുടിശ്ശിക. അതിനുശേഷം ഓരോ വർഷവും 2016 LDF ഗവൺമെൻറ് വന്നതിന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഓരോ വർഷവും 1000 രൂപ വീതം കൂട്ടിക്കൊടുക്കുകയും 2023 ഡിസംബറിൽ അവസാനം 1000 രൂപ കൂട്ടിക്കൊടുക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിലാണ്. അങ്ങനെയാണ് 7000 രൂപയിലെത്തി നിൽക്കുന്നത് ഇപ്പോൾ. അത് ഓണറേറിയമാണ്. ആ ഓണറേറിയം കൂട്ടി ഞങ്ങൾക്ക് 21,000 രൂപയാക്കി തരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല എന്നുള്ളത് ചോദിക്കുന്നവർക്ക് അറിഞ്ഞുകൂടെ? ഇത് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെന്നേ കേന്ദ്ര സർക്കാർ. പക്ഷെ ചെയ്യില്ലല്ലോ. ചെയ്യില്ല എന്നുള്ളതിന് തെളിവെന്താണ്? ചെയ്യില്ല എന്നുള്ളതിന് തെളിവ് ഈ JP നദ്ദ നിരന്തരമായി പാർലമെൻറ്റിൽ പറയുന്ന മറുപടികളും. മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ്, കേരള ആരോഗ്യമന്ത്രി ഇന്നലെ ഡൽഹിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം കൊടുക്കാതിരുന്ന സംഭവവുമാണ്. അപ്പോൾ അതിന് ഇന്ന് അദ്ദേഹത്തിന് ന്യായീകരണം ഞാനിത് അറിഞ്ഞില്ല എന്നാണ്. അതെങ്ങനെ അറിയാതിരിക്കും? കേരള ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണല്ലോ അങ്ങോട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മെയിൽ അയക്കുന്നത്. ആ മെയിൽ വീണ ജോർജ് പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തോട് ചോദിക്കണ്ടേ, കേരള ആരോഗ്യമന്ത്രി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ട് സർ, എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കാതിരിക്കില്ലല്ലോ. എന്നിട്ടാണല്ലോ തീരുമാനിക്കുന്നത്. പക്ഷേ നഡ്ഡ പറയുന്നത് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഉറപ്പായിട്ടുമോ കൊടുക്കുമെന്നാണ് പറയുന്നത്. ആവട്ടെ, ഇരിക്കട്ടെ, നടക്കട്ടെ. പക്ഷെ അപ്പോഴും എന്താണ് ഇപ്പോൾ കാണാമെന്നൊക്കെ അനുവദിച്ചു എന്ന് നദ്ദ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അത്രേ. അത് വരേണ്ടതുണ്ട് അതിൻ്റെ വസ്തുതകൾ. അല്ല അത് വേറെ സംഗതികളുണ്ട്. വളരെ ഗുരുതരമായ മറ്റൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ഇവർക്ക് പിന്നാലെ ആണല്ലോ അംഗനവാടി ജീവനക്കാർ തുടങ്ങിയിരിക്കുന്ന സമരം. ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്താ ചെയ്തെന്നറിയോ കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ്? അവർ അതിനെതിരെ അപ്പീലിന് പോയിരിക്കുകയാണ് സുപ്രീം കോടതി. ഗുജറാത്തിലെ എന്തിന്? ഈ അങ്കണവാടി ജീവനക്കാർക്ക് പാചക തൊഴിലാളികൾക്ക് ഇവർക്കൊക്കെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിന് പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് ഇവിടെ BJP-ക്കാരും അവരുടെ വളരെ ശരിയായ ഒരു വാർത്തയാണ്. അത് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ്. കാരണം ഗുജറാത്തിലെ ഇത്തരത്തിൽ നീക്കത്തിനെതിരെ കേന്ദ്ര സർക്കാർ പോയിരിക്കുകയാണ് അവിടുത്തെ അംഗനവാടിക്കാർക്കെതിരെ. അവിടെ പക്ഷേ അംഗനവാടിയിൽ ഇവിടെ ലഭിക്കുന്നതിൻ്റെ 4/1 പോലും ഗുജറാത്തിലില്ല. എന്നിട്ടും അതിനെതിരെ കേന്ദ്രം പോയിരിക്കുകയാണ്. അംഗനവാടി ജീവനക്കാരുടെ അവകാശങ്ങൾക്കെതിരെ കേന്ദ്രം പോയിരിക്കുകയാണ്. ഇതൊക്കെ ദീപാനിലും കോൺഗ്രസും കേൾക്കണം.